ലോകാരോഗ്യ സംഘടനയൊക്കെ ഇന്ത്യയിലൊക്കെ ഈ ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ധാരാളമായി ഡോക്ടേഴ്സ് എഴുതുന്നതിനെ വിമർശിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെ 4-5 വർഷമായി. അവരിടക്കിടക്ക് പറയും ഇന്ത്യയിൽ ആന്റിബയോട്ടിക് ധാരാളമായി യൂസ് ചെയ്യുന്നു. ശരിക്കും അത് 6 മാസത്തിൻ്റെ ഇടക്കൊക്കെയാണ് ഒരു വട്ടം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളൊരു ചുമക്ക് പോയി, ആ ഡോക്ടർ ഒരാഴ്ചക്ക് ആന്റിബയോട്ടിക് 2 നേരം 3 നേരം നമ്മളെ കൊണ്ട് തിരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പല്ലെടുക്കാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി, ഇത്തിരി പഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ മൂപ്പര വക പിന്നെ 6 മാസം ഒന്നും കഴിഞ്ഞില്ല, ഒരാഴ്ചയായുള്ളൂ. മൂപ്പര വക 3 ദിവസം 4 ദിവസം ആന്റിബയോട്ടിക് 3 നേരം നമ്മളെ കൊണ്ട് തിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ഇതിനോട് പ്രതിരോധ ശക്തി നേടും. പിന്നെ കടുകട്ടി ആന്റിബയോട്ടിക് കൊടുത്താൽ പോലും അവ ഒതുങ്ങാത്തൊരവസ്ഥ വരും. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി നശിച്ചു എന്നർത്ഥം. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി നശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ സോപ്പ് മുതൽ ആവശ്യമായ കെമിക്കലുകളൊക്കെ ചെറിയ രീതിയിൽ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് കോരാൻ നമ്മൾ മാസാമാസം ആളെ വെക്കേണ്ടി വരും. ചില ആളുകളൊക്കെ ഉണ്ട്, കുളിയുടെ വെള്ളം കൂടി ക്ലോസറ്റിൻ്റെ ആ വേസ്റ്റ് പോകുന്ന അതിലൂടെയോ മറ്റോ കൊണ്ടുപോയിട്ട് ഈ ക്ലോസറ്റിൻ്റെ വലിയ കുഴിയിലേക്ക് വീഴ്ത്തുന്നവർ വേഗം നിറയും. ഇതിനെ വിഘടിപ്പിക്കാൻ ആവശ്യമായ പ്രത്യേക സൂക്ഷ്മ ജന്തുക്കളെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം നടത്തണം. അതിന് വിരുദ്ധമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഈ മണ്ണിൽ നിന്ന് ആലോചിച്ച് നോക്കൂ,